നമ്മുടെ സ്വന്തം വീടിൻ്റെ അടുക്കളയിൽ വെന്തുവരുന്ന ഭക്ഷണത്തിൽ, അതേപോലെ നമ്മുടെ സ്വന്തം ഭാര്യയോ അല്ലെങ്കിൽ മാതാപിതാക്കളോ നമുക്ക് വിളമ്പി തരുന്ന ഭക്ഷണത്തിൽ നമ്മുടെ ചോറ്റുപാത്രത്തിൽ മരണം ഒളിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ആരും വിശ്വസിക്കാനുള്ള സാധ്യതയില്ല. കേരള രാഷ്ട്രീയത്തിന്റെ അധിപനെന്നറിയപ്പെടുന്ന പിണറായി വിജയൻ സഖാവിന്റെ സ്വന്തം നാട്ടിലായ പിണറായിയിലാണ് നമ്മുടെ ഈ കഥ നടക്കുന്നത്. വെറും 4 മാസത്തിൽ ആ വീടിന്റെ പടി ഇറങ്ങിപ്പോയത് 4 ജീവനുകളാണ്. എന്തോ ഒരു അജ്ഞാത രോഗമാണ് മരണകാരണം എന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും അവിടെ മരണം വിളമ്പിയ മറ്റൊരാളുണ്ടെന്നത് ആരും ചിന്തിച്ചിരുന്നില്ല. കേരളക്കരയെ ഒന്നടങ്കം അറപ്പിന്റെയും ഭയത്തിന്റെയും മുൾമുനയിൽ നിർത്തിയ പിണറായി സൗമ്യ കേസിന്റെ ഇരുളടയാത്ത ഉൾ രഹസ്യങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. കണ്ണൂർ ജില്ലയിലെ പിണറായി പടന്നക്കരയിലെ വണ്ണത്താങ്കണ്ടി വീട്, ആ കുടുംബത്തെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. 76 വയസ്സുകാരനായ കുഞ്ഞുണ്ണിയും 65 വയസ്സുകാരിയ കമലയും അടങ്ങുന്ന സമ്പൂർണവും സമാധാനപരമായ അന്തരീക്ഷത്തിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു അത്. അവർക്കൊരു മകളുണ്ടായിരുന്നു. കിഷോറുമായുള്ള വിവാഹത്തിന് ശേഷം സൗമ്യ എന്ന പെൺകുട്ടി 2 പെൺമക്കൾക്ക് ജന്മം നൽകി. എന്നാൽ ആ വിവാഹബന്ധം ഒരുപാട് കാലത്തേക്ക് തുടർന്നു പോയില്ല. പരസ്പരമുള്ള തർക്കം കാരണം കിഷോറുമായി വേർപെട്ട് സൗമ്യ എന്ന കുട്ടി 2 മക്കളെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ചു വന്ന ആ കുരുന്നുകളെയും സൗമ്യയെയും അവരുടെ മാതാപിതാക്കൾ നെഞ്ചോട് ചേർത്തു. അവർ പറഞ്ഞു, മകൾ ഇനി ഒന്നിനെക്കുറിച്ചും ഓർത്ത് ആലോചിച്ച് വിഷമിക്കേണ്ട, ഞങ്ങളില്ലേ കൂടെ എന്ന് പറഞ്ഞവർ മകൾക്ക് തണലൊരുക്കി. എന്നാൽ 2012 സെപ്റ്റംബർ മാസത്തിൽ ആ വീട്ടിലെ ആദ്യത്തെ ദുരന്തമെത്തി. സൗമ്യയുടെ ഇളയ മകൾ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കീർത്തന എന്ന പെൺകുട്ടി കടുത്ത വയറുവേദനയെയും ഛർദിയെയും തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി. എങ്കിലും ആ പിഞ്ചു കുഞ്ഞ് മരണത്തിന് കീഴടങ്ങി. കുഞ്ഞിന്റെ ശരീരത്തിൽ അണുബാധയുണ്ടായിരുന്നു എന്ന ഡോക്ടർമാരുടെ വാക്കുകൾ വിശ്വസിച്ച് ആ കുടുംബം സമാധാനത്തിന്റെ പാതയിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. വർഷങ്ങൾ കടന്നുപോയി. കീർത്തനയുടെ മരണവുമായി ആ കുടുംബം ത്വരിതപ്പെട്ടു. മൂത്ത മകൾ ഐശ്വര്യ വളർന്നു. അവൾക്കിന്ന് 8 വയസ്സ് പ്രായമായി. എന്നാൽ 2018 ജനുവരിയിൽ വീണ്ടും ആ കുടുംബത്തിലേക്ക് ഒരു ദുരന്തം കടന്നു വന്നു. തന്റെ ഇളയ മകൾ 1.5 വയസ്സിൽ മരിച്ച അതേ ലക്ഷണങ്ങളോടുകൂടി കടുത്ത വയറുവേദനയും ഛർദിയും ശരീര തളർച്ചയും തുടർന്ന് 8 വയസ്സായ നമ്മുടെ കുട്ടിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഈ കുട്ടിയും തൽക്ഷണം മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. ഒരു കുടുംബത്തിലെ 2 കുട്ടികൾ തൽക്ഷണം ഒരേ ലക്ഷണത്തോടു കൂടി മരിക്കുന്നു. ആ അച്ഛന്റെയും അമ്മയുടെയും കണ്ണുനീര് തോരുന്നതിന് മുമ്പ് കൃത്യം 1.5 മാസം കഴിഞ്ഞ് 2018 മാർച്ച് 7 അമ്മ കമലയും ഇതേ ലക്ഷണങ്ങളോടുകൂടി കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു. തൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ മക്കളും തൻ്റെ ഭാര്യയും ഒരുപോലെ മരണപ്പെട്ട സങ്കടം സഹിക്കാൻ കഴിയാതെ ആ വൃദ്ധനായ കുഞ്ഞിക്കണ്ണനും അധിക നാൾ ആയുസ്സുണ്ടായിരുന്നില്ല. ഏപ്രിൽ 13 കുഞ്ഞിക്കണ്ണനെയും ശക്തിയായ ശരീര തളർച്ചയും ഛർദിയും കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തെങ്കിലും അദ്ദേഹവും മരണത്തിന് കീഴടങ്ങി. വെറും 4 മാസത്തിൽ 3 മരണങ്ങൾ. പടന്നക്കരയെന്ന ആ കൊച്ചു ഗ്രാമം ഒന്നടങ്കം ഞെട്ടിത്തരിച്ചു. ആ വീടിന് എന്തോ ശാപമുണ്ടെന്ന് ആൾക്കാർ പരസ്പരം പറഞ്ഞു തുടങ്ങി. ആ വീടിന് പരിസരത്തു കൂടി പോകാൻ പോലും ആളുകൾ ഭയന്നു വിറച്ചു. ആ വീടിന് കിണറ്റിൽ എന്തോ വിഷവാതകമുണ്ടെന്ന് വിശ്വസിച്ച അയൽവാസികൾ പോലും ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്നത് നിർത്തി. കുഞ്ഞിക്കണ്ണന്റെ മരണത്തോടുകൂടി സർക്കിൾ ഇൻസ്പെക്ടർ KE പ്രേമചന്ദ്രനും അന്വേഷണ സംഘവും ആ രഹസ്യം മനസ്സിലാക്കി. കുഞ്ഞിക്കണ്ണനെ ചികിത്സിച്ച ഡോക്ടർമാർ നിർണായക വിവരം പോലീസിനോട് പങ്കുവച്ചു. ഇതൊരു സ്വാഭാവിക മരണമല്ല, ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ച രാസവസ്തുക്കളുടെ പ്രഹരമാണ്. പോലീസ് ഉടനെ തന്നെ കുഞ്ഞിക്കണ്ണന്റെയും കമലയുടെയും മൃതദേഹങ്ങൾ ഫോറൻസിക് വിഭാഗത്തിന് അയച്ചു. എന്നാൽ റിസൾട്ട് കണ്ട ഉദ്യോഗസ്ഥരുടെയും ഡോക്ടർമാരുടെയും തല മരവിച്ചുപോയി. അലുമിനിയം ഫോസ്ഫൈഡ്, എലികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന മാരകവിഷം ഭക്ഷണത്തിൽ കലർത്തി നൽകിയിരിക്കുകയാണ്. പോലീസ് ആ കിണറ്റിലെ വെള്ളം പരിശോധിച്ചു. എന്നാൽ അത് 100% ശുദ്ധമായിരുന്നു. അതിന്റെ അർത്ഥം വളരെ വ്യക്തമായിരുന്നു. ആ കുടുംബത്തിലെ 4 ചുവരുകൾക്കുള്ളിൽ ദിവസങ്ങളായി അവിടെ മരിച്ചു വീണവർക്ക് ഭക്ഷണം നൽകിയ മറ്റൊരാളുണ്ടായിരുന്നു. ഇന്ന് ആ കുടുംബത്തിൽ അവശേഷിക്കുന്ന ഒരേ ഒരു വ്യക്തി സൗമ്യ. 2018 ഏപ്രിൽ 24 സൗമ്യയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നിന്ന് തുടങ്ങുന്നു നാടകം. ആദ്യമെല്ലാം ചോദ്യം ചെയ്യലിനെ വിസമ്മതിച്ച സൗമ്യ പിന്നീട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നാടകീയമായ ഉത്തരങ്ങൾ നൽകി. തനിക്ക് ഇതുമായി യാതൊരു പങ്കുമില്ലെന്നും ഇതിന്റെ പിന്നിൽ തൻ്റെ മുൻ ഭർത്താവാണെന്നും എന്ന് തുടങ്ങി നിരവധി കള്ളങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി സൗമ്യ പറഞ്ഞു. എന്നാൽ
ശാസ്ത്രീയമായ തെളിവുകൾക്ക് മുൻപിൽ സൗമ്യയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവൾ കുറ്റസമ്മതം നടത്തി. എന്നാൽ കുറ്റസമ്മതം നടത്തി അവൾ പറഞ്ഞ കാരണം കേട്ട് കേരളക്കര മാത്രമല്ല ഒന്നടങ്കമുള്ള മനുഷ്യർ തലകുനിച്ച് നിന്നുപോയി. അവൾക്ക് വേണ്ടിയിരുന്നത് ഒരു ഫ്രീ ലൈഫായിരുന്നു. ഭർത്താവുമായി ബന്ധം പിരിഞ്ഞ സൗമ്യ മറ്റു പലവരുമായി അവിഹിത ബന്ധങ്ങൾ സ്ഥാപിച്ചു. രാത്രി നേരം വൈകിയുള്ള ഫോൺ വിളികളും മറ്റും മാതാപിതാക്കൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. സ്വന്തം മക്കൾ പോലും അവൾക്കൊരു തടസ്സമായി മാറി. തൻ്റെ ഈ വഴിവിട്ട ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന മക്കളെയും മാതാപിതാക്കളെയും തൻ്റെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ സൗമ്യ എന്നേക്കുമായി തീരുമാനിച്ചു. എലിവിഷം കൊണ്ടുവന്ന് തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും ഭക്ഷണത്തിലും അവർ കഴിക്കുന്ന വെള്ളത്തിലും മറ്റുമായി കലർത്തി നൽകി ഡെയിലി ഇഞ്ചിഞ്ചായി അവരെ ഓരോരുത്തരെയും അവൾ കൊന്നൊടുക്കി. തൻ്റെ മുമ്പിൽ പിടഞ്ഞു കരയുന്ന മാതാപിതാക്കളെയും തൻ്റെ മക്കളുടെയും മരണം നേരിൽ കണ്ട് അവൾ നന്നായി കരഞ്ഞ് അഭിനയിച്ചു തകർത്തു. കേസ് തെളിഞ്ഞു. സൗമ്യയെ റിമാൻഡ് ചെയ്ത് കണ്ണൂരിലെ വനിതാ ജയിലിൽ അടച്ചു. അവളെ കണ്ട് കേരളക്കരയും ജയിലിലുള്ളവരും കാർക്കിച്ചു തുപ്പി. അറസ്റ്റിലായി കൃത്യം 4 മാസം തികയുന്ന ദിവസം 2018 ഓഗസ്റ്റ് 24 കണ്ണൂർ വനിതാ ജയിലിലെ കശുമാവിൻ തുമ്പത്ത് സൗമ്യ എന്ന കൊലയാളിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സഹതടവുകാരിയുടെ സാരി ഉപയോഗിച്ചാണ് സൗമ്യ തൂങ്ങി മരിച്ചത്. എന്നാൽ സ്വന്തം മാതാപിതാക്കളെയും സ്വന്തം കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയ ആ കൊലപാതകിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബക്കാരോ നാട്ടുകാരോ തയ്യാറായില്ല. പിന്നീട് പോലീസിന്റെ നേതൃത്വത്തിൽ പയ്യാമ്പലത്താണ് ആ മൃതദേഹം സംസ്കരിച്ചത്. ബാക്കിയാകുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇവിടെ. വെറും 10ാം ക്ലാസ്സുകാരിയ സൗമ്യയ്ക്ക് ഇത്ര കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകാൻ എങ്ങനെ സാധിച്ചു? ഇതിന് മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു. വിഷം വാങ്ങിക്കൊടുത്ത് ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു മാസ്റ്റർ മൈൻഡ് കാമുകൻ ഇതിന് പിന്നിലുണ്ടോ? അവരുടെ ഡയറി കുറിപ്പിൽ അവനെ ഞാൻ കൊല്ലും എന്നൊരു വരി ഉണ്ടായിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തൻ്റെ കുടുംബത്തെയും തൻ്റെ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്താൻ തന്നെ സഹായിച്ച ആ കാമുകനെ കുറിച്ചായിരുന്നു സൂചിപ്പിച്ചത്. സൗമ്യയുടെ മരണത്തോടുകൂടി ആ രഹസ്യവും ആ കശുമാവൻ ചുവട്ടിൽ മണ്ണിനടിയിലായി. കാമത്തിനും വഴിവിട്ട ജീവിതത്തിനും വേണ്ടി മനുഷ്യൻ എത്രത്തോളം തരം താഴാം എന്നതിൻ്റെ ജീവിച്ചിരുന്ന ഉദാഹരണമാണ് പിണറായി സൗമ്യ. സുഹൃത്തെ, ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിന് പിന്നിൽ ആ മാസ്റ്റർ മൈൻഡ് കാമുകൻ ഉണ്ടായിരുന്നോ? തീർച്ചയായും നിങ്ങളുടെ കമന്റുകൾ താഴെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.